ലാഭമാണ്. റിയാസേ ശരിയാടാ, ഈ വയസ്സിൽ ഈ വണ്ടി ലാഭം തന്നെയാണ്. കാരണം ആ വണ്ടിയുടെ യൂസ് കേസ് അങ്ങനെയാണ്. നിങ്ങളെല്ലാവരും കണ്ടു കാണും, മഹീന്ദ്ര താറിന്റെ വീഡിയോ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറെ കാലത്തിന് ശേഷം ഒരു ഗ്രിപ്പ് കിട്ടിയ അല്ലെങ്കിൽ ഒരു ഇത്തിരി കൂടി ട്രാക്ഷൻ കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു മഹീന്ദ്ര താർ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ ഒരു വിലക്കുറവ് അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ ആളുകളെ ആകർഷിക്കാൻ പോകുന്നതായിരുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ അതിനെനിക്ക് ഒരുപാട് കമന്റുകൾ കിട്ടാൻ മെയിൻ കാരണം എനിക്ക് തോന്നുന്നത്, ഞാൻ പലപ്പോഴും താറിനെ ആസ്പെയറുമായിട്ട് കമ്പയർ ചെയ്തു. അങ്ങനെ കമ്പയർ ചെയ്യാൻ എനിക്ക് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ ഞാൻ ആ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമുക്ക് ആ പറഞ്ഞ കമന്റുകൾക്കൊന്ന് റിയാക്ട് ചെയ്യാം. റിയാക്ട് എന്ന് പറയുമ്പോൾ ഒരു ഇത്തിരി ഫണ്ണി വേല് അവർ പറഞ്ഞ കാര്യങ്ങളെ ഒഫൻസ് ചെയ്യാതെ എന്നാൽ അതിനുള്ള മറുപടി കൊടുത്തുകൊണ്ട് ഒരു ചെറിയ വീഡിയോ ചെയ്യാം. വണ്ടിപ്രാന്തന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കമന്റുകൾക്ക് റിയാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും നമ്മൾ സംവദിക്കേണ്ടത് നമ്മുടെ പ്രേക്ഷകരായിട്ടാണ്. അതായത് അവർ പറയുന്ന കാര്യങ്ങൾക്ക് നമ്മൾ എപ്പോഴും ചെവി കൊടുക്കണം, അതിന് മറുപടി കൊടുക്കണം. എന്നാലേ അവരോടുമായിട്ടുള്ള ആ ഒരു ബന്ധം നമുക്ക് നിലനിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ലൈക്കും ഷെയറൊക്കെയാണ് നമ്മുടെ ഇന്ധനം എന്നുള്ളത്. അപ്പോൾ ആ ഇന്ധനം നമ്മൾ യൂസ് ചെയ്യുന്ന സ്ഥിതിക്ക് ആ ഇന്ധനം തരുന്ന ആളുകൾക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാനും അല്ലെങ്കിൽ അവരോട് സംവദിക്കാനും ഒക്കെ ബാധ്യസ്ഥരാണല്ലോ. എന്തായാലും നമുക്ക് കമന്റ്സിലേക്ക് പോവാം. പ്രധാനമായും ഫേസ്ബുക്കിലെ കമന്റ്സാണ് ഞാൻ നോക്കാൻ പോകുന്നത്. കാരണം ഏകദേശം 2-2.5 ലക്ഷം വ്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ആളുകളുണ്ടായിട്ടുണ്ട്, കാഴ്ചക്കാരുണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരോട് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ പറയാനായിട്ട് ശരിക്കും ഒരു ഇത്തിരി കമന്റ് അധികം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ കമന്റുകളിലേക്ക് പോവാം. അപ്പോൾ ഫേസ്ബുക്കിലുള്ള അല്ലെങ്കിൽ ഫേസ്ബുക്കിന് വേണ്ടിയുള്ള വീഡിയോ ഉണ്ട്, എന്തായാലും യൂട്യൂബിലും പോസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ കണ്ടോളൂ. കുറേ അധികം കമന്റ് കമന്റ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കുറേ അധികം കമന്റ് ഉണ്ട്. അപ്പോൾ ആ കമന്റുകളിലെ എല്ലാ കമന്റുകൾക്കൊന്നും മറുപടി കൊടുക്കേണ്ട കാര്യമില്ല. കാരണം പല ആളുകളും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശരിക്കും സെയിമോ അല്ലെങ്കിൽ റിലവൻ്റോ ആണ്. കാരണം കൊള്ളാൻ കൊള്ളില്ല, സിമ്പിൾ. അതല്ലാതെ ഒരു ഇത്തിരി കൂടി കൺസ്ട്രക്റ്റീവായിട്ട് എന്തുകൊണ്ടാണ് അവർക്ക് ആ ഒരു കമന്റിനെ ഇഷ്ടപ്പെടാതിരുന്നത്, അല്ലെങ്കിൽ ആ ഒരു വീഡിയോ ഇഷ്ടപ്പെടാതിരുന്നതും, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടതെന്നും ആ കാര്യങ്ങൾക്കുള്ള കമന്റുകളാണ് കൂടുതലും കൊടുക്കുന്നത്. ഒരിത്തിരി ഫണ്ണി ആയിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ദേഷ്യം തോന്നണ്ട. കാരണം ഒഫൻസീവ് അല്ല, അതൊരിത്തിരി ഒരു രസകരമായിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. ഫസ്റ്റ് കമന്റ്, പലപ്പോഴും താറിനെയും ആസ്പെറിനെയും താരതമ്യം ചെയ്തപ്പോൾ സഹതാപം തോന്നി എന്നുള്ളതാണ്. സഹതാപം തോന്നാൻ എന്താണെന്ന് എനിക്കിതൊരു മനസ്സിലായിട്ടില്ല. എന്നാലും ശരിക്കും സഹതാപം തോന്നേണ്ട കാര്യമുണ്ട്. കാരണം ഒരു കോമ്പാക്ട് സെഡാൻ, അതായത് 0 to 100 ടൈമിംഗ് അല്ല, മികച്ചു നിൽക്കുന്ന അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു 1.5 ലിറ്റർ എഞ്ചിനുള്ള ഒരു കോമ്പാക്ട് സെഡാൻ, ഒരു റുഡിമെന്ററി ആയിട്ടുള്ള ഒരു ട്രക്ക്, അതായത് ഒരു ചേസിന്റെ മുകളിൽ ബോഡി കെട്ടിയിട്ട് 4 വീലുള്ള ഒരു ട്രക്ക്, ബാക്കിൽ സീറ്റ് യൂസബിൾ അല്ലാത്ത ട്രക്ക്, ആ ഒരു ട്രക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്നോടാണോ സഹതാപം തോന്നുന്നത്? അല്ലല്ലോ. നിങ്ങൾക്ക് സഹതാപം തോന്നുന്നത് ഏത് വണ്ടിയോടാണെങ്കിലും നിങ്ങൾ തന്നെ ആലോചിച്ച് പോകും. കാരണം ഞാൻ ആ കമ്പാരിസൺ നടത്താനായിട്ടൊരു കാരണമുണ്ട്. ആ കാരണമാണ് ഇതിൽ വാലിഡ്. 1.5 ലിറ്റർ എഞ്ചിനാണ് രണ്ടും. ഈവൻ ആസ്പെയർ 100 BHP അല്ല PS, ഓക്കെ വട്ടോ. അതുപോലെ മഹീന്ദ്ര താറാണെങ്കിൽ 117 PS, 118 PS, ഓക്കെ. രണ്ടും തമ്മിൽ ശരിക്കും സാമ്യമില്ലേ? അതായത് ആസ്പെയറിൽ നിന്ന് ഒരു 17 BHP ബമ്പുണ്ട്. അതുപോലെ ടോർക്ക് 215 mm ആണ് ആസ്പെയർ ടോർക്ക്. താറിൻ്റെയോ 300, അതും ഒരു ബമ്പല്ലേ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും തമ്മിൽ കമ്പയർ ചെയ്യാൻ എന്താണ് പ്രശ്നം? ഇപ്പോൾ ഒരു ഹാച്ച് ബാക്ക് വാങ്ങുന്ന ആൾ, അല്ലെങ്കിൽ ഹാച്ച് ബാക്ക് യൂസ് ചെയ്യുന്ന ആൾ, അതല്ലെങ്കിൽ കോമ്പാക്ട് സെഡാൻ യൂസ് ചെയ്യുന്ന ആൾ, ആസ്പെയർ സഹതാപമുള്ള ആസ്പെയർ, അല്ലെങ്കിൽ വേണ്ട സഹതാപമില്ലാത്ത ഡിസൈറോ, അതല്ലെങ്കിൽ സഹതാപമില്ലാത്ത BMW ഏതെങ്കിലും വണ്ടി കൂടി പോകും. എന്നാലും ഒരു ഹാച്ച് ബാക്ക്, സാധാരണ ഹാച്ച് ബാക്ക് വാങ്ങുന്ന ആളുകൾക്കും കൂടി ആക്സസിബിൾ ആവാൻ വേണ്ടിയിട്ടാണല്ലോ വില കുറച്ച് വണ്ടി ഇറക്കിയേക്കുന്നത്. അപ്പോൾ ആ രണ്ട് വണ്ടികൾ തമ്മിൽ കമ്പയർ ചെയ്യുന്നത് എന്താണ് തെറ്റ്? ഇപ്പം നിങ്ങളുടെ വീട്ടിലൊരു വണ്ടിയുണ്ട്, എൻ്റെ വീട്ടിലൊരു വണ്ടിയുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ വണ്ടിയായിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം, അതുപോലെ എൻ്റെ വീട്ടിലെ വണ്ടിയായിട്ട് എനിക്ക് കമ്പയർ ചെയ്യാം. കാരണം കമ്പയർ ചെയ്യുമ്പോൾ ആ വണ്ടി വാങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയ ഗുണങ്ങൾ ഈ വണ്ടി വാങ്ങിയാൽ കിട്ടുമെന്നുള്ള നോട്ടമാണ് ഈ കമ്പാരിസൺ. അല്ലാണ്ട് താറുമായിട്ട് കമ്പയർ ചെയ്യാൻ എനിക്ക് പുറത്തുനിന്ന് വല്ല വണ്ടി ഒന്നും കൊണ്ടാൻ പറ്റില്ല. കാരണം അത് നീഷ് പ്രൊഡക്റ്റാണ്. ഇന്ത്യയിൽ താറിനോട് കിടപിടിക്കുന്ന ഒരു വണ്ടി ഇതുവരെ വന്നിട്ടില്ല. ജിമ്മിന് വരുന്നു എന്ന് പറയുന്നുണ്ട്, വന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു കമ്പാരിസണിൽ എനിക്ക് സഹതാപമൊന്നുമില്ല. നിങ്ങൾക്ക് എന്നോട് സഹതാപം തോന്നിയെങ്കിൽ അതിലെന്ത് ചെയ്യാൻ പറ്റും? അടുത്ത തവണയിലേക്ക് പോവാം. അയ്യോ, അതിന് മുമ്പ് സമീർ, അതായത് ചില ആളുകളുടെ പേര് പറയാൻ കുഴപ്പമില്ല, സമീർ പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന് ആസ്പെയർ ഉണ്ട് അതാണെന്നുള്ളത് ശരിയാണ്. അതാണ് ആ പോയിന്റ്. കാരണം എൻ്റെ വീട്ടിലുള്ള വണ്ടിയായിട്ട് എനിക്ക് വാങ്ങാൻ പോകുന്ന വണ്ടിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ വണ്ടി കൊടുത്തൊരു വണ്ടി വാങ്ങുമ്പോൾ ആ വണ്ടിയിൽ നിന്ന് എന്ത് കൂടുതൽ കിട്ടും, എന്ത് കുറവ് കിട്ടും എന്നുള്ളത് ഒരു സാധാരണക്കാരൻ നിലയിൽ നോക്കിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. അല്ലാതെ ഒരുപാട് വീഡിയോസ് നെറ്റിലുണ്ട്. ഇപ്പോൾ താറിൻ്റെ മാത്രം കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പൊക്കി അടിക്കുന്ന വീഡിയോസൊക്കെ ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ ആ ഒരു കാര്യം കിട്ടുന്നതിനേക്കാൾ ഉപരി എന്ത് കിട്ടും എൻ്റെ വീഡിയോ എന്നുള്ളതല്ലേ, അതാണ് ഞാൻ നോക്കിയത്. അതായത് എൻ്റെ പെർസ്പെക്റ്റീവ്, എനിക്ക് ആ വണ്ടി വാങ്ങാൻ എന്താണ് കാരണങ്ങൾ, അല്ലെങ്കിൽ വാങ്ങാതിരിക്കാൻ എന്താണ് കാരണങ്ങൾ, ഈ രണ്ട് കാര്യങ്ങളുമാണ് ഞാൻ പ്രധാനമായും ചിന്തിച്ചത് അല്ലെങ്കിൽ നോക്കിയതെന്നാണ്. അപ്പോൾ അടുത്ത കമന്റിലേക്ക് പോവാം. 2013 മോഡൽ താർ DI ഇപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ട്. റോഡ് പ്രസൻസ് ഉണ്ട്, അത്യാവശ്യം വിറക്, സിമെന്റ്, കൊണ്ടുപോക്ക്, ട്രിപ്പ് അടിക്കാം, എല്ലാം നടക്കും. ആകെ മെയിൻ്റനൻസ് ഉള്ളത് ടയർ, എഞ്ചിൻ ഓയിൽ, ബാറ്ററി എന്നുള്ളതാണ്. പോയിന്റ് കിട്ടിയില്ലേ? പണ്ട് ജീപ്പുകൾ ഉണ്ടായിരുന്നു നാട്ടിൽ. ജീപ്പുകൾ എന്ന് പറയുമ്പോൾ മഹീന്ദ്രയുടെ ജീപ്പുകൾ, കല്യാണങ്ങളൊക്കെ തൂങ്ങി നിന്നൊക്കെ പോയിട്ട് എടുത്തിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ കള്ളമണൽ അടിച്ചിരുന്നു. കള്ളമണൽ എന്ന് പറയുമ്പോൾ ശരിക്കും ലീഗലല്ല, അതുകൊണ്ട് ഞാൻ കള്ളമണൽ തന്നെ പറയുന്നത്. 10-20 ചാക്ക് മണൽ കയറിയിട്ട് സിമ്പിളായിട്ട് പോയിരുന്നു ജീപ്പുകൾ.
അതൊക്കെ 2 വീൽ ഡ്രൈവ് ആണ്, 4 വീൽ ഡ്രൈവ് അല്ല. അങ്ങനെ നോക്കുമ്പോൾ അത്രയ്ക്ക് യൂസബിൾ ആയിട്ടുള്ള, അത്രയ്ക്ക് അബ്യൂസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് താറ്, സംശയമൊന്നുമില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ വണ്ടികൾ ഓടിക്കാൻ ആളുകൾ തയ്യാറാണോ എന്നുള്ളതാണ്. ഐദർ ഒരു ഫൺ ഫാക്ടർ, അതല്ലെങ്കിൽ ഒരു ഓഫ് റോഡ് ഇവന്റ്, അതല്ലെങ്കിൽ ഒരു മലകയറാൻ പോക്ക്, അതല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ താറ് ഉപയോഗിക്കണേ. അതല്ലാണ്ട് വെറുതെ 2 വീൽ ഡ്രൈവ് താറ് വാങ്ങിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതുപോലെ മണലടിക്കാനോ അല്ലെങ്കിൽ ആളെ കയറ്റാനോ അല്ലെങ്കിൽ ഈ ഒരു ട്രിപ്പ് അടിക്കാനോ അങ്ങനെ നമുക്ക് പറ്റും. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഈ വണ്ടിക്ക് എന്താണ് യൂസ് എന്നുള്ളതാണ് ഞാൻ ആ വീഡിയോയിൽ പറയാൻ ശ്രമിച്ചത്. അപ്പോൾ ഈ ഒരു ഉത്തരം നിങ്ങൾ കണ്ടു നോക്കണം. PK വരദനാണ് ആ ഒരു ഉത്തരം തന്നത്. അങ്ങനെ ആ ഒരു ഉത്തരത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട്, ഞാൻ തന്നെ പറയേണ്ടതില്ലല്ലോ അല്ലേ. ഓക്കെ, മുബഷീർ മുബു പറഞ്ഞത് ഫ്യൂൽ ലിഡ് വ്രാംഗ്ലറിന് പോലും കീ ഇട്ട് ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ എന്നാണ്, ആക്കണമെന്നാണ്. എന്തുകൊണ്ടാണെന്നറിയോ? 2 പോയിന്റ്സ്. ഒന്ന്, റാംഗ്ലറിൻ്റെ ആ ടോപ്പൊക്കെ അഴിച്ച് കളഞ്ഞിട്ട് അതൊരു ഓപ്പൺ ടോപ്പ് വണ്ടിയായിട്ട് ഓടിക്കാൻ പറ്റും. റാംഗ്ലർ മാത്രമല്ല, താറും പറ്റും. അതിപ്പോൾ ഓഫ് റോഡൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാറുണ്ട്. സോഫ്റ്റ് ടോപ്പിന് മേക്ക് സെൻസ്. അതുപോലെ എന്താ പറയുക, നമ്മുടെ റിമൂവബിൾ കൺവെർട്ടബിൾ വണ്ടിക്ക് മേക്ക് സെൻസ്. പക്ഷേ ഈ ഒരു 1.5 വന്നപ്പോൾ ഇത് ജനകീയമായ വണ്ടിയാക്കാനുള്ള, അതായത് കുറഞ്ഞ ഒരു വില കൊടുത്ത് ആളുകൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം വീണ്ടും പറഞ്ഞു, ഹാച്ച് ബാക്കുകൾ റിപ്ലേസ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇറക്കിയിട്ടുള്ള വണ്ടിയാണ്. അല്ലെങ്കിൽ കോമ്പാക്ട് SUV-കളുടെ ആ ഒരു സെഗ്മെന്റിലേക്ക് പെനട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വില കുറച്ചിറക്കുന്നത്. എന്തായാലും സെയിൽസ് ആണല്ലോ മുഖ്യം. അപ്പോൾ ആ ഒരു സെയിൽസിന് വേണ്ടി ഇറക്കുമ്പോൾ ഈ ഒരു വണ്ടിക്ക് ആ ഒരു അകത്തുനിന്നിട്ട് തുറക്കാമായിരുന്നു എന്നാണ് പറഞ്ഞത്. കാരണം കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ട്, കുറച്ചുകൂടി ഈസി ടു യൂസ് ആയിട്ട് ഒരു 2 വീൽ ഡ്രൈവ് ഫാമിലി SUV എന്ന നിലയ്ക്ക് ഓടിക്കുമ്പോൾ അതൊരു ഗുണമല്ലേ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ ഒരു കാര്യമാണ്. ബ്രദർ, ബൊലേറോ, സ്കോർപിയോ, ജിംനി, താർ, XUV 500 ഇതിലെല്ലാം കൊണ്ട് അടിപൊളി വണ്ടി ഏതാണെന്ന് പറയാമോ നിങ്ങളുടെ അഭിപ്രായത്തിൽ? ഇതിനെല്ലാറ്റിനും ഓരോരോ വ്യത്യാസങ്ങളുണ്ട്. ബൊലേറോ എന്ന് പറയുന്നത് കുറച്ചുകൂടി റൂറൽ ഏരിയാസിനൊക്കെ പറ്റിയൊരു വണ്ടിയാണ്. സ്കോർപിയോ, പുതിയ സ്കോർപിയോ അത്യാവശ്യം നല്ല ഒരു ബോഡി ഓൺ ഫ്രെയിം വണ്ടിയാണ്. സ്റ്റിൽ ഡ്രൈവിംഗ് ഡൈനാമിക്സ് XUV 700 ഒക്കെയാണ് കുറച്ചുകൂടി കിട്ടുക. താറിൻ്റെ കാര്യം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ജിമിനി വരട്ടെ, വന്നിട്ട് റിവ്യൂ ഇട്ട് പറയാം. അപ്പോൾ ഇതിൽ നിങ്ങളൊരു ഫാമിലി കാറാണ് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഫാമിലിക്ക് വേണ്ടിയിട്ട് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വണ്ടിയാണെങ്കിൽ എനിക്ക് തോന്നുന്നു XUV 700 ആണ് കുറച്ചുകൂടി നല്ലത്. സ്കോർപിയോ എന്ന് പറയുന്നത് ഇത്തിരി കൂടി ഒരു ബോഡി ഓൺ ഫ്രെയിം ആയതുകൊണ്ട് യാത്രാസുഖം XUV 700 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും. സ്റ്റിൽ അതൊരു നല്ല റോഡ് പ്രസൻസ് ഉള്ള, ഫോർച്യൂണറോളം തന്നെ റോഡ് പ്രസൻസ് ഉള്ള വണ്ടിയാണ് ആ ഒരു വണ്ടിയുടെ കാര്യം പറയുമ്പോൾ. ഇനി ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടിയാണ്. എൻ്റെ ഞാൻ വാങ്ങാൻ പൈസ ഇല്ല, ആരെങ്കിലും ഫ്രീ ആയി തന്നാൽ സ്വീകരിക്കും. ലോകത്തൊന്നും ഫ്രീ ആയിട്ട് കിട്ടില്ല ബ്രോ. ദർ ഇസ് നോ സച്ച് എ തിങ് കോൾഡ് എ ഫ്രീ മീൽ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് പോലും നിങ്ങളുടെ വ്യൂ പ്രതീക്ഷിച്ചിട്ടാണ്, അതുപോലെ വ്യൂ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. അനു വർഗീസ് ചോദിച്ചു, AC-യുടെ ഓവർഫ്ലോ വെള്ളമാണോ താഴെ റോഡിൽ ചാടി കിടക്കുന്നത് വണ്ടിയുടെ അടിയിൽ? അതെ, അത് AC അത്യാവശ്യം നല്ല AC-യാണ്. സിംഗിൾ ആ ഒരു പോയിന്റിലിട്ടാൽ തന്നെ തീർത്തും മികച്ച ഒരു AC-യാണ്. നല്ല തണുപ്പുണ്ട് AC-ക്ക്. അപ്പോൾ നല്ല AC-യാണ്. AC-യുടെ വെള്ളമാണത്. ശ്രീത്ത് വിശ്വൻ, ഇതെവിടാ സ്ഥലം? ഈ സ്ഥലം എന്ന് പറയുന്നത് ചെറുതുരുത്തി പഞ്ചായത്തിൽ, വള്ളത്തോൾ നഗർ പഞ്ചായത്ത്, തൃശ്ശൂർ ജില്ലയിൽ പള്ളിക്കര എന്ന് പറയുന്ന സ്ഥലമാണ്. 10ാം നമ്പർ വാർഡാണെന്ന് തോന്നുന്നു, തെറ്റുണ്ടാവും. എൻ്റെ നാടാണത്. അവിടെയാണ് ഞാൻ പലപ്പോഴും വണ്ടി ഷൂട്ട് ചെയ്യാറുള്ളത്. അതായത് ആ നാട് മുഴുവനായിട്ട് ചുറ്റി കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നത് പലപ്പോഴും വിചാരിക്കും. പക്ഷേ ആളുകളുടെ മുമ്പിൽ എത്തിയിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ഇവന് വട്ടാണോ എന്ന് ചിന്തിക്കുമല്ലോ എന്നുള്ള ആ ഒരു എംബാരസ്മെന്റ് കൊണ്ട് ചെയ്യാത്തതാണ്. എന്തായാലും ഒരു ദിവസം ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഉപ്പില്ലാത്ത കഞ്ഞി ആബ്സല്യൂട്ട്ലി ട്രൂ. അതൊരു ഒരു ഉപമയായിട്ട് പറഞ്ഞതാണ്. ഉപ്പില്ലാത്ത കഞ്ഞിയാണെങ്കിലും വിശന്നാൽ അതെങ്കിലും കിട്ടുന്ന വലിയ കാര്യം തന്നെയാണ്, സംശയമൊന്നുമില്ല. കമ്പാരിസൺ ഫ്രം ഫോർഡ് ആസ്പയർ കഷ്ടം. ഹരീഷ് പരുത്തിക്കാട്ടിൽ, ഹരീഷ് PK പരുത്തിക്കാട്ടിൽ. കഷ്ടമാണ്. അതിനുത്തരം ഞാൻ പറഞ്ഞല്ലോ അല്ലേ. നല്ല കാര്യങ്ങൾ പറഞ്ഞ ആളുകളെ നമ്മൾ വിസ്മരിക്കല്ല. അവരുടെ പേര് പറയുമ്പോൾ അത് ആളുകൾക്ക് ബോറടി ആയിരിക്കും. കാരണം എന്തിനാണ് മറുപടി എന്നുള്ളൊരു മൈൻഡ് വരില്ലേ. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഈ പൈസയ്ക്ക് വണ്ടി ലാഭമാണ് ഡാ എന്ന് വിളിച്ചാണ് റിയാസ് റിബിൽ പറയുന്നത്. ഡാ, ഈ പൈസയ്ക്ക് വണ്ടി ലാഭമാണ്. റിയാസേ, ഡാ ശരിയാടാ, ഈ പൈസയ്ക്ക് ഈ വണ്ടി ലാഭം തന്നെയാണ്. കാരണം ആ വണ്ടിയുടെ യൂസ് കേസ് അങ്ങനെയാണല്ലോ. ഞാൻ പറഞ്ഞ യൂസ് കേസിന്റെ കാര്യമാണ്. വണ്ടി ലാഭം തന്നെയാണ്, സംശയമൊന്നുമില്ല. കാരണം ഏതൊരു വണ്ടി കിട്ടുന്ന ഒരു പൈസയ്ക്ക്, ഇപ്പം നെക്സോൺ അല്ലെങ്കിൽ അങ്ങനെയുള്ള വണ്ടികളൊക്കെ ഡീസൽ വണ്ടി കിട്ടുന്ന പൈസയ്ക്ക് താറ് കിട്ടുള്ളൂ. അതുകൊണ്ടാണ്. ഇന്ധനം നിറയ്ക്കുമ്പോൾ എഞ്ചിൻ ഓഫ് ചെയ്യണമെന്നല്ലേ? അപ്പോൾ ഇന്ധനം നിറയ്ക്കണമെങ്കിൽ ചാവി ഊരി നൽകുന്നത് ഒരർത്ഥത്തിൽ സേഫ്റ്റി അല്ലേ? യാഷിക് ലക്കാൻ. ശരിയാണ്, സേഫാണ്. പക്ഷെ അപ്പോഴും നമ്മൾ എഞ്ചിൻ ഓഫ് ചെയ്താലും പാട്ട് അല്ലെങ്കിൽ ഫാൻ എന്ന് പറയുന്ന സാധനം വർക്ക് ചെയ്ത് നിൽക്കുന്നത് നല്ലതല്ലേ? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ക്രിയേച്ചർ കംഫർട്ടിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അല്ലാണ്ട് സേഫാണ്, ചാവി ഓഫ് ചെയ്തിട്ട് തന്നെയാണ് അല്ലെങ്കിൽ എഞ്ചിൻ ഓഫ് ചെയ്തിട്ട് തന്നെയാണ് ഫ്യൂൽ അടിക്കേണ്ടത്. ക്ലയൻറ്റ് സാമ്പിക്കൽ തമ്പി, അത് ആരാണ്? ആകെ വന്ന് നോക്കുമ്പോൾ മോശം വിലയിരുത്തൽ, കൺക്ലൂഷൻ എന്ന് പറയേണ്ടി വരും. താങ്ക് യു. കാരണം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്നോ അല്ലെങ്കിൽ ഞാൻ പറയുന്നതാണ് മഹത്തരം എന്നുള്ള അർത്ഥമൊന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള അഭിപ്രായം നമുക്കില്ല. അതുകൊണ്ട് തന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു ഫീഡ്ബാക്കുകൾ നമ്മൾ വാല്യൂ ചെയ്യുന്നുണ്ട്. താങ്ക് യു വെരി മച്ച്. നരേന്ദ്രൻ ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ആള് മറാസയുടെ എഞ്ചിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. മറാസ എഞ്ചിന്റെ സ്പെക്ക് ആണെങ്കിൽ വാങ്ങാതിരിക്കുന്നതാണ് നല്ലതെന്നും 1 ലക്ഷം
എഞ്ചിൻ 1,00,000 കിലോമീറ്റർ എഞ്ചിൻ സീസായെന്നും 70,000 കിലോമീറ്റർ ആയപ്പോൾ കമ്പനി വാറണ്ടി തന്നു, അടുത്ത് 1,10 ആയപ്പോൾ വാറണ്ടിയും ഇല്ല, ഒന്നുമില്ല എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ശരിക്കും പല വണ്ടികൾക്കും പല പ്രശ്നങ്ങളാണ്. അത് ഡീലേഴ്സ് ഡിപ്പെൻഡ് ആവാം, അതല്ലെങ്കിൽ വണ്ടി ഡിപ്പെൻഡ് ആവാം. എനിക്ക് തോന്നുന്നത് ഒരു ഡീലർ അങ്ങനെ ഡിക്ലൈൻ ചെയ്യുകയാണെങ്കിൽ അടുത്ത ഡീലർ അടുത്ത് കൂടി കൊണ്ടുപോയി നോക്കുക എന്നുള്ളതാണ് ഒരു ഒപ്പീനിയനാണ്. അതായത് മറ്റുള്ളവരെ ഉപദേശിക്കാൻ എപ്പോഴും പറ്റും. ഇപ്പം നമ്മളാണ് ഒരു കാർ വാങ്ങിയിട്ട് പെട്ടുപോയതെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. എന്തായാലും ഉപദേശിക്കാൻ അല്ലെങ്കിൽ അതുപോലെ അഡ്വൈസൊക്കെ ചെയ്യാൻ ചിലവൊന്നുമില്ല. എന്നാലും ശരിക്കും ഒരു പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിക്കാനുള്ള വഴികൾ നോക്കുക എന്നുള്ളതേ ഉള്ളൂ. കാരണം എല്ലാ വണ്ടികളും പ്രശ്നമുള്ള വണ്ടികളല്ല, എല്ലാ ഡീലേഴ്സും പ്രശ്നക്കാരും അല്ല. 20 ലക്ഷം മേടിച്ച ആൾക്കാരെല്ലാം പൊട്ടന്മാരേ എന്ന് പറയുന്നത് ലുക്സ് വൈസ് നോക്കുമ്പോൾ ശരിയാണ്. കാരണം അത്രയും വില കൊടുത്ത് വാങ്ങുന്ന ആളുകൾക്ക് കിട്ടുന്ന അതേ ഒരു റോഡ് പെർസെൻസ് ഒക്കെ തന്നെയാണ് ഈ ഒരു വണ്ടിക്കും കിട്ടുക. പക്ഷേ വർക്ക് നോക്കുമ്പോൾ കഥ മാറും. കാരണം 2.2 എന്ന് പറയുന്നത് ജെം ഓഫ് എൻ എഞ്ചിൻ. അതുപോലെ ആ ഒരു വണ്ടിയുടെ 4x4 ക്യാപ്പബിലിറ്റീസ് വേറെ അല്ലേ. അതുകൊണ്ട് 20 ലക്ഷം കൊടുത്ത് വാങ്ങുന്ന ആൾക്കാർ പൊട്ടന്മാരൊന്നല്ല. പക്ഷെ അവർക്ക് കിട്ടുന്നേക്കാൾ കൂടുതൽ അറ്റൻഷൻ അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു റോഡ് പ്രസൻസ് കുറഞ്ഞ പൈസ കൊടുത്ത് വാങ്ങുന്ന ആൾക്കും കിട്ടുമെന്നുള്ളതാണ് എൻ്റെ കാര്യം. അതിൽ പ്രശ്നമൊന്നുമില്ല. ഫസ്റ്റ് ടൈം വല്ലാണ്ട് വലിച്ചു നീട്ടുന്ന പോലെ തോന്നി. ഫസ്റ്റ് ടൈം വല്ലാണ്ട് വലിച്ചു നീട്ടല്ല റിൻസു, അത് പറഞ്ഞ് കടേറിപ്പോയതാണ്. അതായത് കുറേയധികം കാര്യങ്ങൾ പറയണമെന്ന് വെച്ച് തുടങ്ങിയൊന്നുമല്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞാൽ മതി എന്നുള്ള കാര്യങ്ങളാണ് തുടങ്ങിയത്. പക്ഷേ അങ്ങനെ തുടങ്ങിയപ്പോൾ മറ്റുള്ള വീഡിയോസിൻ്റെ ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ ആ വീഡിയോ കണ്ട് നമ്മളെ വീഡിയോ ചെയ്യുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഒരു പുതുമ വേണം തോന്നി. അതുകൊണ്ട് കുറച്ചധികം കാര്യങ്ങൾ പറയാൻ തോന്നി. അതുകൊണ്ടാണ് ആളുകൾ ശ്രദ്ധിക്കുന്നത് പോകും. സ്പെയർ വീല് തീഫ്സ് ക്യാൻ സ്റ്റീൽ എന്ന് നിക്സ് കോശി മാറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിലൊരു ചെറിയ പ്രശ്നമില്ലേ, ഇപ്പോൾ എല്ലാ ടവറും അങ്ങനെയാണ് സ്റ്റീൽ ചെയ്യാലോ, 4 കട്ട തറ വെച്ചിട്ട് ഉരുകൊണ്ടുവരും. അങ്ങനെ നോക്കണ്ട, അതിനൊരു വീൽ നെറ്റൊക്കെ ഉണ്ട്, ലോക്ക് നെറ്റൊക്കെ ഉണ്ട്, അങ്ങനെ ഉരുകൊണ്ടുവരാനൊന്നും പറ്റില്ല. സുമേഷ് പ്രഭാകർ പറയാണ്, മഹീന്ദ്ര ഡസന്റ് ഗീവ് ദിസ് ടൈപ്പ് ഓഫ് പീപ്പിൾ ഫോർ റിവ്യൂസ്, വൈ വിൽ ഹി കമ്പയർ ദ റാഗ്ലർ വിത്ത് ദ ഫോർഡ് ഫിഗോ. മഹീന്ദ്ര ഡസന്റ് ഗീവ് ദിസ് ടൈപ്പ് ഓഫ് പീപ്പിൾ ഫോർ റിവ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹീന്ദ്ര, അതൊക്കെ ഗ്രാമറൊക്കെ പോട്ടെ, നമ്മളാരും ടീച്ചർമാരൊന്നല്ല. മഹീന്ദ്ര ഇങ്ങനെയുള്ള ആളുകൾക്ക് വണ്ടി കൊടുക്കാൻ പാടില്ല എന്നായിരിക്കും പുള്ളി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. വ്രാംഗ്ലറുമായിട്ട് എന്തിനാണ് ഫോർഡ് ഫിഗോയായിട്ട് കമ്പയർ ചെയ്യുന്നത്? നിങ്ങൾ തന്നെ ഇപ്പോൾ വണ്ടി അവമാനിച്ചു കഴിഞ്ഞു. അത് വ്രാംഗ്ലർ അല്ല, മഹീന്ദ്ര താറാണ്. മഹീന്ദ്ര എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ കമ്പനിയാണ്, ഇന്ത്യയിൽ ഉണ്ടാക്കിയ വണ്ടിയാണ് താർ. പണ്ട് മഹീന്ദ്രയ്ക്ക് ആ ഒരു ജീപ്പുമായിട്ടുള്ള കൊളാബറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെയാണ് ആ ഒരു ചെറിയ ചായയൊക്കെ അവിടെ വേണ്ടി വരിക എന്ന് കരുതി നിങ്ങൾ താറിനെ വ്രാംഗ്ലർ എന്ന് വിളിക്കേണ്ട കാര്യമില്ല. പിന്നെ ഫോർഡ് ഫിഗോയായിട്ടുള്ള കമ്പാരിസൺ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇബ്രു പറയുന്നു, കുറേ ആയി നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട്. ബ്രോ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഫേസ്ബുക്കിന്റെ അൽഗോരിതത്തിലെ മാറ്റമാണോ അത് ആളുകൾക്ക് നമ്മളോടുള്ള ആ ഒരു താല്പര്യം കുറഞ്ഞാണോ എനിക്കറിയാൻ പാടില്ല. വ്യൂസ് ശരിക്കും ഡിപ്പായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങളിലേക്ക് വീഡിയോ എത്താനായിട്ടാണ്. വീഡിയോ ഫ്രീക്വൻ്റ്ലി ഉണ്ട്, ഡെയിലി വീഡിയോ എന്നുള്ള എനിക്ക് വീഡിയോ ഉണ്ട്, എന്നും വീഡിയോ ഇടുന്നുണ്ട്, അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴൊക്കെ വീഡിയോ ഇടുന്നുണ്ട്. അത് കാണാനായിട്ടാണ് കേട്ടോ. നോബൽ മാത്യൂസ് KJ പറയുന്നു, 10 ലക്ഷം രൂപ സാധാരണക്കാർക്ക് ഒരു ചെറിയ തുകയല്ലാണുള്ളത്. എഗ്രി. അതുകൊണ്ടാണ് ഞാൻ ആസ്പെക്റ്റായിട്ട് കമ്പയർ ചെയ്തത്. ഇപ്പം നമ്മൾ ഒരു വണ്ടിയെയും വില കുറച്ച് കാണാൻ പാടില്ല. ഏതൊരു വണ്ടി ഉണ്ടാക്കിയാലും അതിനൊരു യൂസ് ഉണ്ട്, ഏതൊരു വണ്ടിക്കും ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട്. പക്ഷേ അത്രയും കാശ് ചിലവാക്കി അത്രയും കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്തൊരു വണ്ടി ഇറക്കുമ്പോൾ അതിലെ ഗുണങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ പോസിറ്റീവ്സും മാത്രമാണ് കൂടുതലും ആളുകൾ ഫോക്കസ് ചെയ്യുക. അതായത് കമ്പനികൾ ഫോക്കസ് ചെയ്യുക കൂടുതലും പോസിറ്റീവ്സ് കൊടുക്കാനാണ്. സ്റ്റിൽ നമ്മൾ അതിനകത്ത് നെഗറ്റീവുകൾ കാണും. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, ഒരു ഒറ്റ വണ്ടി വാങ്ങുന്ന ഒരാൾക്ക് ഒരു വീട്ടിലെ ഒരു വണ്ടിയായിട്ട് യൂസ് ചെയ്യുമ്പോൾ അവർക്ക് കമ്പയർ ചെയ്യേണ്ടത് ഹാച്ച് ബാക്കുകളും സെഡാനുമായിട്ട് തന്നെയാണ് അല്ലേ. അപ്പോൾ 10 ലക്ഷം രൂപ ചെറിയ തുകയല്ല, അതാണ് കാര്യം. റിയാസ് റിബല്, ഇത് വണ്ടി റിവ്യൂ ആണോ, നിന്റെ റിവ്യൂ ആണോ, നിന്റെ തല നിന്റെ തക്ക്, ഇത് മാത്രമേ കാണാനുള്ളൂ. വണ്ടി കാണിക്കടേന്ന് കുറച്ചുകൂടി ഒരു നീക്കുക, ഒരു ഏകദേശം ഒരു 6 മിനിറ്റ് ഒക്കെ കഴിയാം. പിന്നെ എൻ്റെ തലയില്ല, എൻ്റെ നാവില്ല, വണ്ടി മാത്രമേ ഉള്ളൂ. വീഡിയോ മുഴുവൻ കണ്ടാൽ അത് മനസ്സിലാവും. അപ്പോൾ ഇത്രയും കമൻറ്റുകൾ എനിക്ക് ഒന്ന് റിയാക്ട് ചെയ്യണം തോന്നി. റിയാക്ട് അല്ല, മറുപടി കൊടുക്കാൻ തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഒരു കമൻറ്റിൻ്റെ മറുപടി എന്നോണം ഈ ഒരു വീഡിയോ ചെയ്തത്. എന്തായാലും കമൻറ്റ് ചെയ്ത് എല്ലാവർക്കും നന്ദി. നിങ്ങൾ പറയുന്ന പോലെ വീഡിയോസൊക്കെ വരുന്നുണ്ട്, വീഡിയോസ് കാണാത്തതാണ് നിങ്ങൾ. ഒന്നുകൂടി എൻ്റെ വീഡിയോസ് കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നത് പോലെ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.